ഒരു സ്റ്റോറി ഉണ്ട്, മുട്ടൻ കോമഡിയാ. ഫ്ലാഗിൽ മൂടി കിടക്കണ ബോഡി മേല് കെട്ടിപ്പിടിച്ച് എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ പറ്റിയില്ലല്ലോ. അവള് 2 പ്രാവശ്യം ഇഷ്ടം എന്നോട് പറഞ്ഞിട്ട് ഞാൻ നോവും പറഞ്ഞു പോയി. ഇവനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇവനെ മനസ്സിലായില്ലേ? നിനക്കിതൊന്നും ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ നീ ഇത്ര സെന്റ് അടിച്ചോണ്ട് കേട്ടിരുന്നോളൂ. അയാള് പറഞ്ഞ സത്യമായിരിക്കും. സംശയം ഇനിയും ബാക്കിയാണെങ്കിൽ ഞാൻ തെളിയിക്കാം. എങ്ങനെ? കമ്പ്യൂട്ടറിലൂടെ സംഹാരം തുടങ്ങാം. സന എന്നാണ് അവളുടെ പേര്. സന പഞ്ചാബിയാ. ഒരു ദിവസം ഇവിടെ എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. ഇവള് ഒരു ദിവസം ഇവളുടെ നാട്ടിലോട്ട് പോവാൻ നിൽക്കേ, വരണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാ എന്നുള്ള ഒരു രീതിയിൽ നിന്നിട്ട് ഞാൻ സനയുടെ വീട്ടിൽ പോയി. എന്റെ മോനാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. ആ ഒരു സമയത്ത് ലൈഫില് അത്ര അധികം ഫുഡൊന്നും ഒരുമിച്ച് കഴിച്ചിട്ടില്ല എന്റെ ലൈഫില്. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. അപ്പൊ ഇതിന്റെ ഇടയില് ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു, ഞാനും സനയും കൂടി. അത്രക്കൊക്കെ വേണോ? അങ്ങനെ ഒരു ദിവസം ഞങ്ങള് എല്ലാരും കൂടി എന്റെ ട്രെയിനിങ്ങിന്റെ കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളടി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്തു. എടാ വേല വയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? അവളുടെ ഒരു ഗിത്താറുണ്ട്, അതെനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ ആ വെള്ളടിച്ചിരിക്കണ മൂഡില് ഇഷ്ടമല്ലാന്ന് ഞാൻ പിന്നെ പറഞ്ഞു. സൂചിച്ചേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇനി പെണ്ണ് കിട്ടത്തില്ലെന്ന്, എന്നിട്ട് ഇപ്പൊ അവള് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് അങ്ങനെ പറഞ്ഞേ? സാധാരണ പോലെ എന്റെ പ്രാക്ടീസും ഉഷയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 2 ദിവസം കണ്ടില്ല. അപ്പൊ എനിക്ക് ഇത്തിരി മറ്റേ മിസ്സിംഗ് ഫീലിക്കൊക്കെ വന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഇനി പറയണം. അപ്പൊ എനിക്ക് ഇത്തിരി ലവ് ഒക്കെ എനിക്ക് തോന്നി ഇവളോട്. ലക്ഷപ്പുറത്ത് ഇങ്ങനെ പുതിയ തോക്കും സാധനങ്ങളൊക്കെ കത്തിയൊക്കെ ഇങ്ങനെ വെച്ചേക്കെ അവളിങ്ങനെ കിട്ടില്ല സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ പാക്ക് ഒക്കെ ചെയ്യാം, അവിടെ ബാഗൊക്കെ ഇങ്ങനെ ഇരിക്കണ്ട. അപ്പൊ കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്കൊരു സാധനം ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു വള ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു പഞ്ചാബിയുടെ. ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയപ്പോ എനിക്ക് തന്നതാ. തനിക്ക് നല്ല വിഷമുണ്ടല്ലേ? പിന്നെ കരുന്നില്ലാന്നുള്ളൂ. നെറ്റിമ തന്നെ ഒരു ബുള്ളറ്റ് കയറി. അങ്ങനെ പുള്ളിക്കാരി മരിച്ചു. ആകെ ഒരു ദുരന്ത കഥയാണ്. ഫ്ലാഗിൽ മൂടി കിടക്കണ ബോഡി മേല് കെട്ടിപ്പിടിച്ച് ഇതാക്കണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇനി എപ്പോഴും ഞാൻ അത് ഓർക്കും ഡോക്ടറെ. എന്റെ മയ്യത്തട്ടിൽ എടുക്കുന്നത് വരെ ഞാൻ അത് ഓർക്കും. അങ്ങനെ ഞാൻ എന്താ വെച്ചാല് കാശ്മീർ വിടാൻ ഞാൻ തീരുമാനിച്ചു. ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. ആ സമയത്ത് അസൂയുണ്ട്, വിഷമവും ഉണ്ട്. എന്താപ്പാ പാക്കവേ ரொம்ப കഷ്ടമാ இருக்கு. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? മതി.